എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലാണ്. എൻ്റെ ഈ പിറകിലൊരു നാടകത്തിൻ്റെ ഒരു പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിൻ്റെ വനിതാ മെസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ നാടകത്തിൻ്റെ പോസ്റ്ററാണ്. ഇത് നവംബർ 30 വൈകിട്ട് 6:30 നമ്മുടെ ചാലക്കുടി ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ കളിക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു നാടകമാണ്. ഈ എല്ലാ മാസവും നാടകം എന്ന് പറയുന്ന ഒരു പരിപാടി ഫാസ്റ്റ് ഓഡിറ്റോറിയം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നവംബർ മാസത്തിലെ ഈ മാസം 30 നടക്കുന്ന നാടകമാണ് ഈ വനിതാ മെസ് എന്ന് പറയുന്ന നാടകം. ഈ നാടകത്തിൻ്റെ ഉദ്ഘാടനം നവംബർ 1 കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ചായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കുടുംബ കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നാടകം. ഞാൻ ഈ നാടകത്തെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാടകത്തിൽ അഭിനയിച്ചിരുന്ന 2 നടിമാരാണ് ഇന്ന് നമ്മൾ കാലത്ത് കണ്ണൂരിൽ വെച്ച് ഒരു ചുരമിറങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു അപകടമുണ്ടായി. ദേവ കമ്മ്യൂണിക്കേഷൻസിൻ്റെ കായംകുളത്തുള്ള ദേവ കമ്മ്യൂണിക്കേഷൻസിൻ്റെ നാടക സമിതിയിൽപ്പെട്ട 2 അഭിനേത്രികൾ മരിച്ചു എന്ന വിവരം അറിയാൻ സാധിച്ചു. ആ 2 അഭിനേത്രികളും അഭിനയിക്കുന്ന നാടകമാണ് ഈ വനിതാ മെസ് എന്ന് പറയുന്ന നാടകം. ഇത് നവംബർ 30 ഇവിടെ കളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു നാടകമായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു നാടകമാണ് ഈ വനിതാ മെസ് എന്ന് പറയുന്ന നാടകം. താമരാക്ഷൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെയും അവരുടെ ഭാര്യയായിട്ടുള്ള വനിത എന്ന് പറയുന്ന അവരുടെ ഭാര്യയുടെയും കൊച്ചുമകളായിട്ടുള്ള അച്ചു എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയും കടന്നു പോകുന്ന ഒരു നാടകമാണിത്. ഇതിൽ ഈ ജെസ്സി മോഹൻ എന്ന് പറയുന്ന ഒരു അഭിനേത്രിയാണ് മരിച്ചിട്ടുള്ള ഒരു നടി. അതുപോലെ തന്നെ മറ്റൊരു നടി അഞ്ജലി എന്ന് പറയുന്ന നടിയാണ്. ജെസ്സി മോഹൻ്റെ വീട് കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനിയാണ്. അവരുടെ ഭർത്താവ് മോഹനൻ എന്ന് പറയുന്ന നടൻ വളരെ പ്രഗത്ഭനായ നാടക നടനായിരുന്നു. അവർ 6 മാസം മുന്നാണ് മരിച്ചത്. ഇനി രണ്ടാമത് മരിച്ചിട്ടുള്ള അഞ്ജലി എന്ന് പറയുന്ന നടി ഒരു കൊച്ചു മകൾ മാത്രമാണുള്ളത്. ആ മകൾക്ക് സംസാരിക്കാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു 3 വയസ്സ് പ്രായം ആണ്ടാണ് ആ കുട്ടിക്കുള്ളത്. അപ്പോഴാണ് ഇപ്പോൾ ഈ അഞ്ജലി മരിച്ചിട്ടുള്ളത്. 2 അഭിനേത്രിമാരും നല്ല മികച്ച പെർഫോമൻസ് ഈ നാടകത്തിൽ കാഴ്ചവെച്ചിരുന്നു. നമുക്ക് കായംകുളത്തു നിന്നുള്ള നാടക സുഹൃത്തുക്കളിൽ നിന്ന് അറിയാൻ സാധിച്ച സംഭവമാണ്. ആർക്കും ബോറടിപ്പിക്കാത്ത രീതിയിൽ തമാശ, വളരെ ഹാസ്യം, പഴയ സ്റ്റൈലിലൊക്കെ മാറി ഒരു വെറൈറ്റി സ്റ്റൈൽ, സ്ഥിരമായിട്ട് പറയുന്ന തമാശയ്ക്ക് വേണ്ടി തമാശ പറയുന്ന ഒരു ഇതിനും മാറി 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഭർത്താവും ഭാര്യയ്ക്കും ഇടയിൽ നടക്കുന്ന ഈഗോ ക്ലാഷിലൂടെ വളർന്ന് നല്ലൊരു സന്ദേശം നൽകുന്ന ഈ നാടകം നവംബർ 1 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം നിരവധി ബുക്കിങ്ങുകളാണ് ഈ ദേവ കമ്മ്യൂണിക്കേഷൻസിന് ലഭിച്ചത്. ഈ നാടക സമിതികളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അടുത്തറിയാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഈ നാടകം പഠിക്കാൻ വേണ്ടി വരുന്നൊരു ഇടമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ നാടക സമിതികളുടെയൊക്കെ ഒരു അവസ്ഥ ഞാൻ മനസ്സിലാക്കിയിരുന്നു. വളരെ ദരിദ്രപൂർണ്ണമായ ജീവിതത്തിലൂടെയാണ് ഈ നാടക സമിതിയിലെ അഭിനേതാക്കളും ഒക്കെ കടന്നു പോകുന്നത്, സംവിധായകന്മാരെല്ലാം കടന്നു പോകുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ദുരന്തം കൂടി വന്നിട്ടുള്ളത്. അവർ കടന്നപ്പള്ളിയിലെ ഒരു നാടകം കഴിഞ്ഞ് ബത്തേരിയിൽ നാളെയാണ് നാടകം. അപ്പോൾ ഇന്ന് പോയി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രി അവർ യാത്ര തിരിച്ചത്. അവിടെ ഒരു ചുരത്തിൻ്റെ വർക്കുകൾ നടക്കുന്ന കാരണം കൊണ്ട് മറ്റൊരു കുറുക്ക് വഴി സ്വീകരിച്ചതാണ് ഈ അപകടത്തിന് വിനയായത്. സത്യം പറഞ്ഞാൽ വലിയ വേദനയാണ്. നാടകങ്ങളെ സ്നേഹിക്കുന്ന ചാലക്കുടിയുടെ മണ്ണിൽ ഇവർ നവംബർ 30 വരാനിരിക്കുകയായിരുന്നു. അവർ ഈ നാടകം ഇനി എന്താണ് ഈ നാടകം അവതരിപ്പിക്കപ്പെടുമെന്ന് അറിയില്ല. ഞാൻ ഫാസിലെ സംഘാടകരുമായി സംസാരിച്ചപ്പോൾ ഇതുവരെയായിട്ട് റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ ഇപ്പോൾ അപകടത്തിൽ മരിച്ച ജെസ്സി മോഹൻ എന്ന് പറയുന്ന അഭിനേത്രി 2 റോളുകളാണ് ചെയ്തിട്ടുള്ളത്. ഒരു പുരുഷ വിദ്വേഷിയായിട്ടുള്ള ഒരു വീട്ടമ്മയുടെയും മേരിയമ്മ എന്ന് പറയുന്ന ഒരു വയസ്സായ സ്ത്രീയുടെയും. അതുപോലെ തന്നെ അഞ്ജലി ചെയ്തത് ഈ താമരാക്ഷൻ്റെയും വനിതയുടെയും കൊച്ചുമകളായിട്ടുള്ള അച്ചു എന്ന് പറയുന്ന കഥാപാത്രം. കുറച്ച് നിമിഷങ്ങൾ ഉണ്ടായിരുന്നുള്ളെങ്കിലും വളരെ ഭംഗിയായിട്ട് ആ വേഷം കൈകാര്യം ചെയ്തു. നാടക നടന്മാരെ സംബന്ധിച്ചിടത്തോളം, നടിമാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർ കടന്നു പോകുന്ന വഴികൾ വളരെ ദുർഘടം പിടിച്ച ഒരു സംഭവമാണ്. ചാലക്കുടി പഴയകാല നാടക സമിതികൾക്ക് വളരെ പേരുകേട്ടൊരു സ്ഥലം തന്നെയാണ്. നാടകത്തെ സ്നേഹിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഈ 2 അഭിനേത്രികൾക്കുണ്ടായ ഈ ദുരന്തത്തിൽ, ഈ അപകടത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എവിടെ നീ അകന്നു പോയി പിരിഞ്ഞു നീ പോകവേ. അത്യന്തം ദാരുണവും നടുക്കവുമുള്ള ഒരപകടമാണ് ഇന്ന് പുലർച്ചയോടുകൂടി കണ്ണൂരിലുണ്ടായത്. കായംകുളത്ത് നിന്നുള്ള ദേവ കമ്മ്യൂണിക്കേഷൻ്റെ നാടകസംഘം യാത്ര ചെയ്തിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ കണ്ണൂരിലെ കടന്നപ്പള്ളി എന്ന സ്ഥലത്ത് നാടക ഷോ ഉണ്ടായിരുന്നു. നാടകം അവതരിപ്പിച്ചതിനു ശേഷം കണ്ണൂരിലെ ചുരംപാത വഴി ബത്തേരിയിലേക്ക്, വയനാട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു നാടകസംഘം. ഇതിനിടയിൽ നെടുമ്പോയിൻ ചുരം അറ്റകുറ്റപ്പണികൾക്കായി, നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതറിയാതെ ആ പാതയിലേക്ക് നാടകവാഹനം പ്രവേശിച്ചു. അവിടെയെത്തി പിന്നീട് യാത്ര സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അതുവഴി പിന്നീട് മറ്റൊരു പാതയിലേക്ക്, വയനാട്ടിലെ ബോയ്സ് ടൗണിലേക്ക് പ്രവേശിക്കാൻ മറ്റൊരു പാത തിരഞ്ഞെടുക്കുകയായിരുന്നു. അതൊരു കുറുക്ക് വഴിയായിരുന്നു. ഈ വഴി അങ്ങേയറ്റം ദുർഘടം പിടിച്ച അപകടകരമായ ഒരു പാതയായിരുന്നു. അതുവഴിയാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് പുലർച്ചയോടുകൂടി വാഹനം അപകടത്തിൽപ്പെട്ടത്. താഴ്ചയിലേക്ക് നാടകസംഘം സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിയുകയായിരുന്നു. നാടകസമിതിയുടെ ഭാഗമായ 14 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്.
ഈ അപകടത്തിൽ 2 പേരാണ് മരിച്ചിരിക്കുന്നത്. കായംകുളം മുതുകുളം സ്വദേശിനിയായ അഞ്ജലി, കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനിയായ ജെസി മോഹൻ എന്നിവരാണ് മരിച്ചത്. 12 പേർക്ക് പരിക്കേറ്റിരുന്നു. 9 പേരെ കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ 2 പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. അപകടമുണ്ടായ സമയത്ത് നാട്ടുകാരും പിന്നീട് പോലീസുകാരും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുലർച്ചെയായതിനാൽ രക്ഷാപ്രവർത്തനം ദുർഘടമായിരുന്നു. ഈ പാത തന്നെ ഒരു ദുർഘടമാണ്. നെടുമ്പോയിൻ ചുരം പാത അടച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ പാതയിലൂടെ വരേണ്ടി വന്നത്. ബത്തേരിയിലേക്ക് ഷോയ്ക്ക് വേണ്ടിയാണ് അവർ വയനാട്ടിലേക്ക് വന്നത്. അതിനിടയിലാണ് അപകടമുണ്ടായത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട നാടക കലാകാരന്മാർക്ക് മുന്നിൽ നാടകത്തെ സ്നേഹിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ.